രഞ്ജിത്തിൻ്റെയും സിദ്ദിഖിൻ്റെയും രാജിക്ക് പിന്നാലെ മലയാള സിനിമാ രംഗത്ത് കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാവുകയാണ്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനായി സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ജോയിന്റ് സെക്രട്ടറി ബാബുരാജനാണ് താൽക്കാലിക ചുമതല. ഇപ്പോൾ ബാബുരാജനെതിരെയും ആരോപണം വന്നു കഴിഞ്ഞു. സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് താരസംഘടനയുടെ തീരുമാനം. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദിഖ് ഊട്ടിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനുമായും കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ചർച്ച നടത്തിയിരുന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെ ആരായിരിക്കും താരസംഘടനയുടെ പുതിയ ജനറൽ സെക്രട്ടറി എന്നതാണ് നടീനടന്മാർക്കിടയിലെ ചർച്ച. ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നാണ് ആകാംക്ഷ. AMMAയുടെ ബൈലോ അനുസരിച്ച് 11 അംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം. സുരേഷ് കൃഷ്ണ, ജോയ് മാത്യു, ടൊവിനോ തോമസ്, ഷാജോൺ, ടിനി ടോം, വിനു മോഹൻ, ജോമോൾ, അനന്യ, അൻസിബ, സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത്. സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത്. മുതിർന്ന അംഗമായ സിദ്ദിഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗം വരണ്ടേ എന്ന ചോദ്യവും സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പേര് ഉയർന്നു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജഗദീഷ് നടത്തിയ പ്രതികരണത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ കയ്യടിയും ജഗദീഷിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെങ്കിൽ ബൈലോയിൽ തിരുത്തൽ വേണം. അതിന് ജനറൽ ബോഡിക്ക് മാത്രമേ അധികാരമുള്ളൂ. അത്തരമൊരു വൻ നീക്കം AMMAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതും ആകാംക്ഷ ഉയർത്തുന്നു. വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട്. വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതു സ്വീകാര്യത കിട്ടുമെന്നും WCCയുമായി അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്ന വാദവും ഉയർന്നിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനെയോ പൃഥ്വിരാജിനെയോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പിന് മുൻപേ AMMAയിൽ നീക്കമുണ്ടായിരുന്നു. അന്ന് വിസമ്മതിച്ചവർ പുതിയ സാഹചര്യത്തിൽ നേതൃനിരയിലേക്ക് വരുമോ എന്നും ചോദ്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. ക്രൈം ADGP മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിൽ 4 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ അപ്പോൾ തീരുമാനിച്ചു. ADGP H വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. S അജിത ബീഗം, മെറിൻ ജോസഫ്, G പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്റെ, അജിത് V, S മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടാവുക. ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്നും പ്രത്യേക സംഘം മൊഴിയെടുക്കും. മുഖ്യമന്ത്രിയും DGPയുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ നടപടി.